ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എ ഡേവിഡ് റിവ്യൻസ്. അപ്പോൾ ഇന്ത്യൻ 2 എന്ന് പറയുന്ന സിനിമ അതായത് OTTയിൽ ഇറങ്ങിയ ആ സിനിമ കണ്ടിരിക്കുകയാണ്. 1996 ഇറങ്ങിയൊരു പടത്തിൻ്റെ രണ്ടാം ഭാഗമാണിത്. ഇന്ത്യൻ എന്ന് പറയുന്ന പടത്തിൻ്റെ രണ്ടാം ഭാഗമാണ്. അതിൽ സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്ന സേനാപതിയുടെ കഥ പറയുന്ന അന്നത്തെ ചിത്രം, അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് വരുന്ന ഇന്ത്യൻ 2 ഡയറക്റ്റ് ചെയ്തിരിക്കുന്ന ശങ്കർ. അന്നും ശങ്കർ, ഇന്നും ശങ്കർ, കഥയും പുള്ളി തന്നെയാണ്. അപ്പോൾ ആ സിനിമയെ പറ്റിയുള്ള കാര്യങ്ങളാണ് പറഞ്ഞു പോകുന്നത്. കുറേ പറയാറുണ്ട്. അപ്പം സിനിമ കണ്ടിട്ടില്ലാത്തവർ, ഇതുവരെയും സിനിമ കണ്ട് അനുഭവിക്കാത്തവരുണ്ടെങ്കിൽ ഈ വീഡിയോ ദയവ് ചെയ്ത് കാണരുത്. ഈ വീഡിയോ നിങ്ങൾ പോയി സിനിമ കണ്ടിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ ഈ വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. സ്പോയിലറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതാണ് സംഭവം. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അന്നത്തെ ഇന്ത്യൻ സിനിമയിൽ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പങ്കെടുക്കുകയും അതുപോലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പങ്കെടുക്കുകയും ഈ ലഞ്ചം പരിപാടികൾക്കെതിരെ നിൽക്കുകയായിരുന്നു അന്ന് ചെയ്തുകൊണ്ടിരുന്നത്. ഇന്നും അതേ ലഞ്ചം പരിപാടികൾ കാരണം തന്നെയാണ് അണ്ണൻ 2024 വരുന്നത്. സെയിം ടെംപ്ലേറ്റിൽ തന്നെയാണ് വരുന്നത്. ഡയറക്ടർ ശങ്കർ തന്നെയാണ്. പടത്തിനെ പറ്റി പറയുകയാണെങ്കിൽ അന്നും അണ്ണൻ്റെ മെയിൻ ആയുധം എന്ന് പറഞ്ഞാൽ, നമ്മളെ സേനാപതി അണ്ണൻ്റെ മെയിൻ ആയുധം എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്, കുത്ത്. ഇന്നും കുത്ത് തന്നെയാണ്. പക്ഷേ ഭയങ്കര വെറൈറ്റി കുത്തുകളാണ് ഈ കുത്തുകൾ. അന്നത്തെ കുത്തിൽ ഇടിയുണ്ടാ ചാവും, കുത്തുകൊണ്ട് കഴിഞ്ഞാൽ ചാവും, ചത്ത് വീഴും എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ഇന്നത്തെ കുത്തുകളെന്ന് പറഞ്ഞാൽ ഭയങ്കര കോമഡി കുത്തുകളാണ്. സത്യം പറഞ്ഞാൽ ഇതൊക്കെ എന്തൊരു സാധനമാണെന്ന് പോലും നമ്മൾ ചിന്തി. എന്തൊക്കെ പേര് പറഞ്ഞിട്ടുണ്ടല്ലോ, നടാസാറി കുത്ത്, മണാസാറി കുത്ത്, കുതിരക്കുത്ത്, മച്ചൽ കുത്ത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തൊക്കെയോ കുത്തുകൾ പറഞ്ഞിട്ടുണ്ട്. എനിക്കിതിനെപ്പറ്റി വലിയ ധാരണയൊന്നും ഇല്ലാത്തത് കൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പം നമ്മുടെ കഥ അവിടെ നിന്ന് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ അവിടെ നിർത്തി, അത് കഴിഞ്ഞു അണ്ണൻ വേറെ പോയി കഴിയുന്നു. അപ്പോൾ ഇവിടെ നമ്മുടെ ഇന്ത്യൻ 2024 ആയപ്പോഴത്തേക്ക് ലഞ്ചം പരിപാടികൾ കൂടി, ആക്രമണങ്ങൾ കൂടി, അതുപോലുള്ള പണം വെട്ടിപ്പ്, തട്ടിപ്പ്, ഈ വക പരിപാടികളെല്ലാം ഭയങ്കരമായിട്ട് കൂടിയിരിക്കുകയാണ്. അങ്ങനെ ഇവിടെയുള്ള നമ്മുടെ കുറേ ടീമുകൾ എന്ന് പറഞ്ഞാൽ കുറച്ച് പയ്യന്മാരുണ്ട്, യൂട്യൂബിൽ വീഡിയോ ഒക്കെ ഇടുന്ന, ഇതിനെതിരെയൊക്കെ പ്രതികരിച്ച് യൂട്യൂബിൽ വീഡിയോ ഇടുന്ന കുറച്ച് പയ്യന്മാരുണ്ട്. അവന്മാരൊരു ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്യുന്നു, കം ബാക്ക് ഇന്ത്യൻ വന്നാൽ മാത്രമേ ഇന്ത്യ ഇത് ഒതുങ്ങുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ ഇന്ത്യനെ തിരിച്ചു വിളിക്കുകയാണ്. അങ്ങനെ ഇന്ത്യനെ അന്വേഷിച്ച് നടന്നു. അവസാനം ഇന്ത്യൻ തൈപ്പൈ എന്ന് പറയുന്ന സ്ഥലത്ത് ഇന്ത്യൻ ഉണ്ടെന്നറിഞ്ഞു. അങ്ങനെ നമ്മളെ കാളിദാസ് ജയറാമാണ് ഇന്ത്യനെ അവിടെ പോയി കാണുന്നു. ഇന്ത്യനെ അവിടെ കാണുമ്പോഴത്തേക്ക് എന്നെ അണ്ണൻ ഒരു ലാപ്ടോപ്പൊക്കെ തിരിച്ചു വെച്ച് കൊടുത്തിട്ട് പറയുകയാണ്, ഞാൻ ഇതെല്ലാം ഇവിടെ ഇരുന്ന് കാണുന്നുണ്ട്, ഞാൻ സമയമാവാത്തതുകൊണ്ട് വരാത്തതാണ്, ഇപ്പം നീ വന്നല്ലേ, എനിക്ക് സമയമായി, ഞാൻ വരാമെന്ന്. ഇതെല്ലാം അയാൾ ഇൻ്റർനെറ്റിൽ കൂടി ഇങ്ങനെ കാണണമെങ്കിൽ പിന്നെ അയാൾക്ക് വന്നാൽ പോരെ. അതിൻ്റെ ഇടയിൽ മറ്റേ മാസ് കാണിക്കും, ഇവന്മാർ തപ്പി എന്നെ അന്വേഷിച്ച് പറഞ്ഞാൽ ഞാൻ വന്ന് വിളിച്ചാലേ വരുള്ളൂ എന്നൊക്കെ ഉള്ള സെറ്റപ്പാണ്. അപ്പം വന്ന് വിളിച്ചപ്പോഴത്തേക്കാണ് പറഞ്ഞത്. അങ്ങനെ അവിടെ വെച്ചിട്ട് തന്നെ ഒരാളെ അവിടുത്തെ ഒരു സെറ്റപ്പ് മറ്റേ വിജയ് മല്യ മോഡലിലൊക്കെ ഒരു തന്നെ കാണിക്കുന്നുണ്ട്. അപ്പം അവനെയൊക്കെ അടിച്ച് കൊന്നു, അവനെയൊക്കെ അടിച്ച് കാണണം, കുത്തടിച്ചെടുക്കും കേട്ടോ. കുത്തിൻ്റെ കഥയിലോട്ട് വരാം, ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അങ്ങനെ അവിടെ നിന്ന് ഇന്ത്യയാണ് നേരെ അവിടെ നിന്ന് വല്ലവേദന എയർപോർട്ടിൽ വരുന്നു. എയർപോർട്ടിൽ വരുമ്പോഴാണ് നമ്മുടെ നെടുമുടി വേണിച്ചേട്ടനെയൊക്കെ കാണിക്കുന്നത്. നെടുമുടി വേണിച്ചേട്ടൻ്റെ മോനായിട്ട് വരുന്ന ബോബി സിംഹയാണ്. അപ്പം ബോബി സിംഹ ഒരു പോലീസ് സെറ്റപ്പൊക്കെയാണ്, വലിയ കിടിലൊക്കെയാണ്. അപ്പോൾ അങ്ങനെ പോലീസാണോ CBI ആണ് അവർ സെറ്റപ്പ്, CBI ആയിരിക്കും ആ ഒരു സെറ്റപ്പൊക്കെയാണ്. അപ്പം അങ്ങനെ ഞാൻ മറന്നുപോയി കേട്ടോ, അതുകൊണ്ടാണ്. അപ്പം അങ്ങനെ അവിടെ നിന്ന് തായ്പേയിൽ നിന്ന് നമ്മുടെ ഇന്ത്യൻ എയർപോർട്ടിലേക്ക് വരുന്നു, ഇന്ത്യയിൽ വരുന്നു. വന്നിറങ്ങുമ്പോൾ തന്നെ നമ്മളെ ബോബി സിംഹ, നെടുമുടി വേണിച്ചേട്ടൻ്റെ മോനാണ് ബോബി സിംഹ, ഇവനെ കണ്ടുപിടിക്കാനായിട്ട് വരുന്നു. എല്ലാവരും വളഞ്ഞു നിൽക്കുന്നു, അതിൻ്റെ ലുക്കൊക്കെ കാണണം കേട്ടാ. അങ്ങനെ വരുന്നു, അങ്ങനെ ഒപ്പിക്കുന്നു. അവിടെ വെച്ചിട്ട് ഇന്ത്യൻ താത്ത രക്ഷപ്പെടണയൊക്കെ കാണണം. അവിടെ നിന്ന് ഇത്രയും പട്ടാളക്കാരും പോലീസുകാരും ഒക്കെ വളഞ്ഞു നിൽക്കുകയാണ് ഇന്ത്യൻ്റെ ഗൺ പോയിന്റിൽ. ആ സമയത്ത് എയർപോർട്ടിൻ്റെ മോളിൽ നിന്നൊരു സാധനം പൊളിഞ്ഞ് താഴെ വീഴും. ഉടനെ തന്നെ ഇന്ത്യൻ 2 ആ ഗൺ പോയിന്റ് നിർത്തനെ ഇങ്ങനെ പിടിക്കുന്നു. നെടുമുടി വേണുവിനെ ഇങ്ങനെ ഗൺ പോയിന്റ് നിർത്തുന്നു, രക്ഷപ്പെടുന്നു. എങ്ങനെയുണ്ട്? എന്നിട്ട് ഡയലോഗ് ഉണ്ട്, താങ്ക്സ് ടു ദ കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് ഓഫ് ദ എയർപോർട്ട് എന്നൊക്കെ പറഞ്ഞൊരു പഞ്ചിട്ടിട്ട് പോയി എന്ന് പറഞ്ഞാൽ എത്ര അത് എണ്ണി വെച്ചിരിക്കുന്നു കേട്ടെ. ദിസ് ഈസ് ദ 80th ടൈമോ അങ്ങനെ എന്തോ, ഒരു 80th ടൈം ദിസ് ഈസ് കൺസ്ട്രക്ഷൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തോ പറഞ്ഞിട്ട് അങ്ങനെ എയർപോർട്ടിൽ നിന്ന് ഗൺ പോയിന്റ് നിർത്തി നേരെ പോകുന്നു. നമ്മളെ നെടുമുടി ചേട്ടൻ ഒരു സംഭവം അടിച്ചു കൊടുക്കുന്നു. ആ സമയത്തൊക്കെ ഭയങ്കരമായിട്ടുള്ളൊരു AI
സാധനമാണ് കാണിച്ചിരിക്കുന്നത്, നാക്കൊക്കെ ഇങ്ങനെയൊക്കെ വന്ന് എന്തൊക്കെയോ സാധനം കാണിച്ചു വെച്ചിരിക്കുന്നു. അതൊന്നും പറയാനില്ല. അപ്പം ആ ക്യാരക്ടർ പിന്നെ കാണിക്കില്ല, ആ ക്യാരക്ടറിന് എന്ത് സംഭവിച്ചു എന്നുള്ളതൊന്നും കാണിക്കുന്നില്ല. അത് കഴിയുന്നു, അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. പിന്നെ അണ്ണൻ ഫേസ്ബുക്ക് ലൈവ്, എവിടെയൊക്കെ ഇരുന്നുകൊണ്ട് ഫേസ്ബുക്കിൽ ലൈവ് വരും. ഞാൻ ഇത് ചെയ്യാൻ പോകണം, അത് ചെയ്യാൻ പോകണം, മാങ്ങ അറയ്ക്കാൻ പോകണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തൊക്കെയോ പറഞ്ഞേക്കാം. എന്നിട്ട് പിള്ളേർക്കിടയിൽ മോട്ടിവേഷൻ. 40 വയസ്സിന് മുകളിലുള്ള ആരും ഇതിനെ കാണേണ്ട കാര്യമൊന്നുമില്ല, ഇത് പിള്ളേരാണ് കാണാനുള്ളത്. അവരവരെ വീട്ടിൽ വരെ പ്രശ്നമുണ്ട്, അവരവരെ വീട്ടിൽ വരെ ലഞ്ചമായികളുണ്ട്, അവരെയൊക്കെ പിടിച്ച് പോലീസിനെ ഏൽപ്പിക്കണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര മോട്ടിവേഷൻ. ആ മോട്ടിവേഷൻ വന്ന സമയത്താണ് നമ്മുടെ ഇതിൽ യൂട്യൂബിൽ വീഡിയോ ഇടുന്ന ചെറുപ്പക്കാരുടെ വീടുകളിലൊക്കെ പ്രശ്നമുണ്ടോയെന്ന് അവന്മാർ അന്വേഷിക്കുന്നു. അപ്പോൾ അവന്മാർ നോക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല, അവന്മാരെല്ലാം സത്യസന്ധന്മാരാണ് വീട്ടുകാരെല്ലാം. അത് കഴിഞ്ഞ് അങ്ങോട്ട് പോകുമ്പം അവർ പലരെയും കണ്ടുപിടിക്കുന്നു, അവരെ പിടിച്ചു കൊടുക്കുന്നു ഒക്കെ ചെയ്യുന്നു. അത് കഴിയുമ്പോഴത്തേക്ക് സ്വന്തം വീട്ടിലുള്ളവർ തന്നെ, മക്കൾ തന്നെ, അച്ഛനും അമ്മയും ലജ്ജം വാങ്ങിക്കുന്നവരുണ്ടെങ്കിൽ അവരെയൊക്കെ പിടിച്ച് പോലീസ് ഏൽപ്പിക്കുന്നു. അതൊക്കെ കഴിയുന്നു. അവസാനം ആ യൂട്യൂബിലിടുന്ന വീഡിയോ, ഞാൻ ആളുടെ പേര് പറയണില്ല, പുള്ളിയുടെ അമ്മ മരണപ്പെടുന്നു. അതിനുശേഷം അവിടെ നിന്ന് പുള്ളി നേരെ തിരിയുന്നു. പുള്ളി നേരെ സേനാപതിക്കെതിരെ തിരിയുന്നു. അതെന്തിനെന്ന് എനിക്ക് മനസ്സിലായില്ല. യവന്മാർ തന്നെ വിളിച്ചു വരുത്തി അവമാനിക്കണം എന്നൊക്കെ പറയില്ല, യവന്മാർ തന്നെ വിളിച്ചു വരുത്തിയിട്ട് ഇവന്മാർ തന്നെ വീട്ടുകാരെ പിടിച്ചു കൊടുത്തിട്ട് അമ്മ കയറി മരിക്കുമ്പോഴത്തേക്ക് ഇവൻ തന്നെ അവനെതിരെ പറഞ്ഞു. ഇതൊക്കെ ചെയ്യാതിരുന്നാ പോയി. അങ്ങനെയുള്ള ക്യാട്ടി അപരാധങ്ങളൊക്കെയാണ് ഇതിനകത്ത് കാണിച്ചു വെച്ചിരിക്കുന്നത്. അങ്ങനെ അത് കഴിയുന്നു, സേനാപതി തിരിയുന്നു. സേനാപതി അത് കഴിഞ്ഞിട്ട് മറ്റേ ഒറ്റ വീലിൽ കറങ്ങുന്ന ഒരു സൈക്കിളുണ്ട്, അതിനെന്തോ യൂണിസൈക്കിൾ അങ്ങനെ എന്തോ ഒരു സാധനം. ആ സൈക്കിളും കൊണ്ട് ക്ലൈമാക്സിന് തൊട്ട് മുമ്പ് ഒരു അഭ്യാസമൊക്കെ ഉണ്ട് കേട്ടോ. ഗംഭീരം മേക്കിങ് കഞ്ഞായി. അത് കഴിഞ്ഞ് നേരെ ക്ലൈമാക്സിൽ ചെല്ലുന്നു. അടുത്ത് കാര്യങ്ങൾ അറിയാമല്ലോ, ക്ലൈമാക്സ് എങ്ങനെ അണ്ണൻ വീണ്ടും രക്ഷപ്പെടുന്നു. അടുത്ത് നമ്മൾ ഇന്ത്യൻ 3 ഉള്ളതായിട്ട് കാണിക്കുന്നു, നിർത്തുന്നു. ശുഭം എന്ന് പറഞ്ഞാൽ പടം ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല, അടുത്ത വർഷം 2025 വരുമെന്നാണ് പറയുന്നത്. അപ്പം അന്നും എന്താണ് അവസ്ഥ എന്ന് അറിഞ്ഞുകൂടാ. ഇനി പറയാൻ പോണത്, കമലഹാസൻ എന്ന് പറയുന്ന ഒരു നായകനും എത്രയോ ചിത്രങ്ങൾ ചെയ്ത്, അതും കിടിലൻ നടൻ, അങ്ങനെ ഒരു നടൻ ഇതിൻ്റെ സ്ക്രിപ്റ്റ് വായിക്കാതെയാണോ അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇത് ചെയ്തെന്ന് അറിഞ്ഞുകൂടാ. പ്രച്ഛന്ന വേഷ മത്സരം പോലെ ഏതാണ്ട് 7 ലുക്കുണ്ട്. 1, 2, 3, 4, 5, 6, 7 ഇത്രയും ലുക്കുണ്ട്. ഒരുമാതിരി മറ്റേ ദിലീപ് സിനിമകളിൽ സാധാരണ മറ്റൊരു പടം ഉണ്ടല്ലോ, ദിലീപിൻ്റെ എന്തൊരു ക്രൈസി ഗോപാലൻ, അതിൽ ദിലീപ് വേഷം മാറി വരില്ലേ, ഏതാണ്ട് അതേ പരിപാടി തന്നെയാണ് ഇതിനകത്തും വന്നിരിക്കുന്നത്. എന്തിനാ ആളെ മനസ്സിലാവാതിരിക്കാൻ ചെയ്യണതാണ്. ഫസ്റ്റ് അണ്ണ എയർപോർട്ടിൽ വന്നിറങ്ങുമ്പോഴേ ആളെ പൊക്കും. ഈ വേഷമൊക്കെ വലിയ കെട്ട് മേക്കപ്പ്, മറ്റേ ദശാവതാരത്തിൽ ലാസ്റ്റ് വന്ന ചൈനക്കാരനെ പറ്റിയും ആ ലെവലിലൊക്കെയാണ് വന്നിറങ്ങിയത്. പക്ഷെ അണ്ണനെ പൊക്കി, അണ്ണനെ അപ്പോഴേ കണ്ടുപിടിച്ച്. അങ്ങനെ ഭയങ്കരമായ ലുക്കുകൾ ഇതിനകത്ത് ഭയങ്കര ഒരു പോസിറ്റീവാണ്. ഇമാതിരി ലുക്ക് എന്ന് പറഞ്ഞാൽ എത്രയോ മണിക്കൂറിലൊക്കെ എടുത്തായിരിക്കും മേക്കപ്പ് ഇട്ടൊക്കെ ആയിരിക്കും വന്നത്, എത്രയോ മണിക്കൂറുകൾ ചെയ്ത് കഷ്ടപ്പാടൊക്കെ ഉണ്ട്. പക്ഷേ ആ കഷ്ടപ്പാടിൻ്റെ ബലമൊന്നും ഈ സിനിമയ്ക്കകത്ത് ഉള്ളതായിട്ട് തോന്നിയില്ല. പിന്നുള്ളത് പറയാനുള്ളത് നമ്മുടെ താത്തയുടെ ക്യാപ്പബിലിറ്റീസിനെ പറ്റിയാണ്. താത്ത ഒരു വെറൈറ്റി ഐറ്റം തന്നെ. കഴിഞ്ഞ 96 താത്ത കുത്തുകൾ കൊണ്ട് അടിച്ച് കൊല്ലണ പരിപാടിയാണെങ്കിൽ താത്ത നേരെ എനിക്ക് വേണം തൈപ്പൈ പോയിട്ട് അവിടെ പോയി കരാട്ടെ, കുംഫു, ജൂഡോ മുതലായുള്ള സാധനങ്ങളെല്ലാം കൂടെ ഒരുമിച്ച് മിശ്രിതമാക്കി കലക്കി കുടിക്കുകയും അതുപോലുള്ള പരിപാടികളെല്ലാം കൂടെ എടുത്തു കയറ്റി ആവാഹിച്ച് ഗണിച്ചെടുത്ത എന്തോ ഒരു പരിപാടിയും കൊണ്ട് കുത്തുമായിട്ടൊക്കെയാണ് വന്നിരിക്കുന്നത്. എന്തൊക്കെ ഗണിച്ച് വന്നിരിക്കുന്നത്. അപ്പോൾ അതിൽ ആദ്യത്തെ സംഭവത്തിൽ ഒരുത്തന് കിട്ടിയ കുത്തെന്ന് പറഞ്ഞാൽ ഒരുത്തന് കുത്തടിച്ചു കൊടുക്കും. ഫസ്റ്റ് എൻട്രി സമയത്ത് ഒരു കുത്തുണ്ട്, ആ കുത്തടിക്ക് കഴിയുമ്പോഴത്തേക്ക് വില്ലൻ സ്ത്രൈണതയുള്ള ഒരു വ്യക്തിയായിട്ട് മാറുകയാണ്, പെണ്ണായി മാറുകയാണ്. അയ്യോ എന്നുള്ള ഒരു സെറ്റപ്പിൽ സ്ത്രൈണതയുള്ള ഒരു വ്യക്തിയായിട്ട് മാറുകയാണ്. എന്നിട്ട് രണ്ടാമത്തെ കുത്തിൽ അടിച്ച് കൊല്ലുകയും ചെയ്യും. അത് കഴിഞ്ഞിട്ടുള്ളൊരു കുത്തെന്ന് പറഞ്ഞാൽ ഒരു കല്യാണം നടക്കുന്നിടത്ത് പോയിട്ട് ഒരു അഭ്യാസം കാണിച്ചിട്ട് ഒരു കുത്തടിച്ചു കൊടുക്കും. പെണ്ണിൻ്റെ അച്ഛൻ കുതിര ഓടും പോലെ ഓടും. അതെന്തൊരു കുത്ത്, എന്താ അശ്വാരൂടെ കുത്ത്, ആ കുത്തടിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് പെണ്ണിൻ്റെ അച്ഛൻ കുതിര ഓടും പോലെ ഓടും എന്ന് പറഞ്ഞാൽ NH കൂടെ കുതിര ഓടും പോലെ ഓടിയിട്ട് മറ്റേ ബേക്കറി മേൽപ്പാലത്തിൻ്റെ മേളിൽ പോലത്തെ ഒരു മേൽപ്പാലത്തിൻ്റെ മേളിൽ കയറി ചാവുന്നു.
ഇതിൻ്റെ പിറക്കെ എല്ലാവരും വരാണ് കേട്ടോ. കല്യാണ വീട് കംപ്ലീറ്റ് ഇതിൻ്റെ പിറക്കെ. ഈവൻ കുതിര ഓടുമ്പോഴുടെ പിറക്കെ കിടന്ന് ഓടയാണ്. അമ്മ അത് കഴിഞ്ഞ് പോട്ട്. അത് കഴിഞ്ഞിട്ടൊരു കുത്തുണ്ട്. അത് കഴിഞ്ഞിട്ട് സീറോ ഗ്രാവിറ്റി വേറൊരു വില്ല. സീറോ ഗ്രാവിറ്റിയിൽ അവൻ മാഴ്സിലും കണ്ട സ്ഥലം വാങ്ങിച്ചിട്ടിരിക്കണം. അപ്പോൾ അതുകൊണ്ട് അവിടെ പോകാൻ വേണ്ടി സീറോ ഗ്രാവിറ്റിയുടെ ട്രെയിനിങ് എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലം. അവിടെ ചെല്ലുന്നു. സീറോ ഗ്രാവിറ്റി കിടന്നുകൊണ്ടൊരു കുത്തടിച്ചു കൊടുക്കുന്നു. ആ കുത്തടിച്ചു കഴിഞ്ഞാൽ പറയണമെന്ന് പറഞ്ഞാൽ വായിന്നിങ്ങനെ വെള്ളം പൊക്കോണ്ടിരിക്കും. വായിന്നിങ്ങനെ വെള്ളം ഇങ്ങനെ നൊരയും പതയൊന്നുമില്ല, വെള്ളം. ആ വെള്ളം ഇങ്ങനെ പൊക്കോണ്ടേയിരിക്കും. ഇങ്ങനെ കഥ പൊക്കൊണ്ടേയിരിക്കും. അതിങ്ങനെ പോയി ശരീരത്തിലെ വെള്ളം മൊത്തം പോയി അയാൾ മരിച്ചു പോകുന്നതാണ് ആ ഒരു കുത്ത്. അതെന്തൊരു വെള്ളം കുത്താണോ എന്തോ, എന്തൊരു ഒരു കുത്ത് അടിച്ച് കയറ്റി കൊടുത്ത്. അത് മൂന്നാമത്തെ കുത്ത്. ആ കുത്ത് കഴിഞ്ഞിട്ട് ഈ വെള്ളമൊക്കെ അണ്ണൻ്റെ സീറോ ഗ്രാവിറ്റിയിൽ ഒരു പരിപാടി ഉണ്ട് കേട്ടോ. ഈ വെള്ളമൊക്കെ ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് വെള്ളം ഇങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ 2 തുള്ളി വെള്ളം ഇങ്ങനെ കൈ കൊണ്ടെടുക്കുകയാണ്. അണ്ണൻ്റെ വായിന്ന് വേണം വെള്ളമാണ്. ഇങ്ങനെ കൈ കൊണ്ടെടുത്ത് ചേർത്ത് വെച്ചിട്ട് തമിഴിൽ എന്തോ ഒരു സാധനം, എനിക്ക് തമിഴ് വായിക്കാറുള്ളതൊന്നും മനസ്സിലായില്ല, തമിഴിൽ എന്തോ ഒരു സാധനം എഴുതി കാണിക്കണം. വെള്ളം ചേർത്ത് വെച്ചിട്ട് തമിഴിൽ എഴുതി വെച്ചിരിക്കുന്നു. ഇതൊക്കെ ബ്രില്യൻസ് എന്നേ പറയാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞു, ആ കുത്ത് കഴിഞ്ഞു. അത് കഴിഞ്ഞ പിന്നെയുള്ള ക്ലൈമാക്സ് കഴിഞ്ഞിട്ടുള്ള ഒരു അടിയാണെന്നാണ് ഞാൻ ഓർക്കണത്. ബോഡി ബിൽഡേഴ്സിൻ്റെ അതിൻ്റെ ഇടയ്ക്ക് ഇത് പടം ഇറങ്ങിയപ്പോൾ തന്നെ മറ്റേ അതിൻ്റെ ഷൂട്ടിങ്ങും മറ്റേ വീഡിയോ ഒക്കെ പുറത്ത് വന്നായിരുന്നു. ഇവിടെ കുറേ ബോഡി ബിൽഡേഴ്സ് ഇടിക്കാൻ ചെല്ലും. അതെന്തിനാണ് ഈ ബോഡി ബിൽഡേഴ്സ്? ശങ്കരണ്ണൻ്റെ സിനിമയിൽ ഇപ്പോൾ എല്ലാം ബോഡി ബിൽഡേഴ്സാണ് ഗുണ്ടകളായിട്ട് വരുന്നത്. ബോഡി ബിൽഡേഴ്സ് എല്ലാം ഗുണ്ടകളാണെന്നുള്ള ഒരു പരിപാടിയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. വരുന്നു ഈയിടെ അവർ വളഞ്ഞ് നമ്മളെ ബോഡി ബിൽഡേഴ്സ് മര്യാദയ്ക്ക് നിൽക്കുകയായിരുന്നു ഷർട്ടൊക്കെ ഇട്ടിട്ട്. അതിന് ബോഡി ബിൽഡേഴ്സ് ഒരേ ഷോ. അമ്മമാർ ഷർട്ടൊക്കെ ഊരി മറ്റേ ഇതൊക്കെ വിരിച്ച് കാണിച്ച്, ചെസ്റ്റും സാമാനമൊക്കെ വിരിച്ച് കാണിച്ച്, ബൈസപ്സും ഒക്കെ പൊക്കി എല്ലാ സാധനം ഇങ്ങനെ നിൽക്കുകയാണ്. ഒരു 10-40 എണ്ണം ഉണ്ട്. അത് 40 എണ്ണം വന്ന് അങ്ങനെ നിൽക്കുകയാണ്, ഷർട്ട് ഊരി കാണിച്ച് നിൽക്കുകയാണ്. ഉടനെ താത്തയ്ക്ക് കോംപ്ലക്സ്, ഇത്ര വയസ്സായില്ലേ, ബോഡിയും ഇല്ല, കോംപ്ലക്സ് അടിച്ച് ഉടനെ താത്ത മറ്റേ കൃപാണ ഊരും പോലെ എല്ലാം കൂടെ വലിച്ച് ഊരി ഇട്ടിട്ട് ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ നിൽക്കും കേട്ടോ. ഇങ്ങനെ നിന്നൊരു ഗണിപ്പുണ്ട്. ഈ ഗണിപ്പിനകത്ത് ഇവന്മാരുടെ എല്ലാം ബോഡിയിൽ എന്തൊരു ചുമന്ന ലൈറ്റ് എത്തണുണ്ട്, ചുമന്ന ലൈറ്റ്. ഈ ഗണിപ്പ് കഴിഞ്ഞ ഉടനെ അണ്ണ ഇങ്ങനെ ഒരു കുടയുമ്പോൾ ഫുള്ള് ബോഡി, ജസ്റ്റ് ഇതെല്ലാം 100 വയസ്സിൽ ചുളുങ്ങിയ ഒരു ശരീരമാണ്. അതിൽ 6 പാക്ക് ഇങ്ങനെ ഭയങ്കര ട്രൈസെപ്സൊക്കെ ഇങ്ങനെ പൊട്ടിത്തെറിച്ച് വെളിയിലോട്ട് പോകുമ്പോൾ അമ്മാതിരി ഒരു സാധനം ചെയ്തു വന്നു. പിന്നെ താത്തയുടെ കാര്യം പറയണ്ടു, ഓടി നടന്നൊക്കെ കുത്തണുണ്ട്, എല്ലാത്തിനും കുത്തി ഒരു പരുവാക്കണുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവന്മാരിൽ ഒരു 4-5 എണ്ണം, കുറേയൊക്കെ ചത്തം തോന്നും, ഇവന്മാരിൽ ഒരു 4-5 എണ്ണം കുതിര ഓടും പോലെ ഓടണ ഞാൻ കണ്ടു. അങ്ങനെ കുറേ സാധനങ്ങൾ. അത് കഴിഞ്ഞ് ക്ലൈമാക്സ് കഴിഞ്ഞിട്ട് ബോബി സിംഹ ഒരു കമ്പുകൊണ്ടൊരു തട്ടുണ്ട് കേട്ടോ. കമ്പല്ല, തറ കിടക്കണ ഒരു കോലിനെ ചവിട്ടി ഇങ്ങനെ എടുത്തിട്ട് കയ്യിൽ വിലം കിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് നേരെ എടുക്കാൻ പറ്റില്ല. ഇങ്ങനെ വെച്ചിട്ട് ഒരു എറിഞ്ഞു കൊടുക്കുമ്പോൾ നട്ടലിൻ്റെ അവിടെ വന്ന് കുത്തും. നട്ടലിൻ്റെ അവിടെ വന്ന് കുത്തുമ്പം ബോബി സിംഹ കിറുങ്ങി അടിച്ച് താഴെ വീഴും. കിറുങ്ങി അടിച്ച് താഴെ വീണ് കഴിയുമ്പോഴത്തേക്ക് എടുത്ത് ആശുപത്രി കൊണ്ടുപോകുമ്പോഴത്തേക്ക് ഇത് ഡോക്ടർമാർക്കൊന്നും അറിഞ്ഞുവിടും എന്തൊരു സംഭവം. ഇത് ഇന്ത്യനെ കൊണ്ട് മാത്രമേ പറ്റുള്ളൂ തിരിച്ചു കൊണ്ടുവരാൻ. അങ്ങനെ വിലങ്ങ് വച്ചിരിക്കണ ഇന്ത്യനെ കൊണ്ടുവരുന്നു. ഗ്യാസ് മാറ്റി തരണമെന്ന് പറയുന്നു. അങ്ങനെ നെടുമുടി വേണമെന്ന് കയ്യും കാലും പിടിച്ച് ഗ്യാസ് മാറ്റി കൊടുക്കുന്നു. ഇന്ത്യൻ ഇത് ഇവനെയും കൊണ്ട് പോകുന്നു. അങ്ങനെ ഒരു കാട്ട് ബ്രാൻഡ് പടമാണ്. പിന്നെ കംബാക്ക് ഇന്ത്യൻ എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന് വിളിച്ച് വരുത്തിയിട്ട് ഗോബാക്ക് ഇന്ത്യൻ എന്നും പറഞ്ഞ് അവരാധിച്ച് നാട്ടുകാരെല്ലാം കൂടെ കല്ലെടുത്ത് വെച്ച് എറിയണുണ്ട്. കളവനെ എല്ലാം കൂടെ വളഞ്ഞിട്ട് എറിയണുണ്ട്. അന്നത്തെ സ്വാതന്ത്ര്യ സമര സേനാനി ഇന്ന് 2024 കൊണ്ടുവന്ന് നാട്ടുകാരെ എന്ന് വരെ കുമ്മിയടി വാങ്ങിച്ച് പറഞ്ഞു വിട്ട അവസ്ഥയാണ്. ഇനി 3 ആയിട്ട് വരുമെന്നാണ് പറയണത്. അതിൽ വേറെന്തൊക്കെയോ അജഗജാന്തരമാണ്. ഷൂട്ടൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും അടുത്ത വർഷം ഉണ്ടെന്ന് പറയണം. എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. എൻ്റെ അമ്മച്ചിയാണേ പഴയ അതേ ടെംപ്ലേറ്റ് ലഞ്ചൻ. ഇന്നത്തെ കാലത്ത് ഇത് ഇവിടെ ഈ കാര്യങ്ങളൊക്കെ നടക്കണമെന്ന് ലോകത്തെല്ലാവർക്കും അറിയാം. വീണ്ടും ഈ സിനിമ കൊണ്ടുവന്നിട്ട് ഒരാളുടെ ഈ കുത്തും കൊണ്ട് വന്നിട്ട് എല്ലാം തിരുത്തണ്. ഇന്നത്തെ ടെക്നോളജി വെച്ചിട്ട് എല്ലാം തിരുത്തണം. അതുപോലെ പാട്ടുകളുണ്ട് കേട്ടോ. പാട്ടൊക്കെ വൃത്തിയായിട്ട് എടുത്തിട്ടുണ്ട്. പഴയ നമ്മളെ ആശാൻ്റെ ഇതുപോലെ തന്നെ ഒരു 100 പേരെ പിറകെ എത്തിയിട്ട് ഡാൻസ്, പാട്ട്, ഭയങ്കര കളർഫുള്ള്, മറ്റേ ഇന്ത്യൻ്റെ ബൊമ്മ കൊണ്ട് വെച്ച് ഡാൻസ്, അങ്ങനെ വേണ്ട മേളമൊക്കെയാണ് കാണിച്ചിരിക്കുന്നത്.
പാട്ടൊക്കെ നല്ല പൈസ മുടക്കി ചെയ്തിട്ടുണ്ട്, പൈസ നല്ല വൃത്തിയെ മുടക്കിയിട്ടുണ്ട്, അത് കാണാനും ഉണ്ട്. അത് ശങ്കറിൻ്റെ ഒരു കുത്തകയാണല്ലോ ഈ പൈസ മുടക്കൽ പരിപാടി. പക്ഷെ പടം സത്യം പറഞ്ഞാൽ എൻ്റെ അമ്മയെ, ആ പടം കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ പടം ഓക്കെ, നോർമലി നമ്മൾ പുതിയൊരു ജനറേഷൻ്റെ പടം കണ്ട പോലെ ചുമ്മാ ഇരുന്ന് കാണാം. പക്ഷെ ആ പടം കണ്ടവർ ഇതിൻ്റെ 2ാം ഭാഗമാണ് ഇതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അമാനുഷ്യം എന്ന് പറഞ്ഞത് സൂപ്പർമാൻ്റെ ജട്ടി ഇല്ലെന്നേ ഉള്ളൂ. അതുകൊണ്ട് സൂപ്പർമാൻ്റെ കുറേ കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. കുത്താണ്, കുത്ത്. തൈപ്പയിൽ നിന്ന് വന്നിരിക്കുകയാണ് 50,000 ലുക്ക്. പറയാനില്ല ഗൈസ്, ഇത് എൻ്റെ ഞാൻ ഇരുന്ന് കണ്ട് വെറുത്തോണ്ട് ഞാൻ പറഞ്ഞു പോയതാണ്. ഞാൻ സാധാരണ ഇങ്ങനെയൊന്നും പറയാത്തതാണ്. ഇനിയിപ്പോൾ OTTയിൽ ഇറങ്ങിയോണ്ട് പറയാമല്ലോ, നമ്മളല്ല സത്യസന്ധമായിട്ട് തിയേറ്ററിൽ ഇറങ്ങുമ്പം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നങ്ങളൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് തിയേറ്ററിൽ നിന്ന് ഇറങ്ങി കളക്ഷനൊക്കെ വാരിക്കോട്ടെ, വാരി നമ്മളുടെ അഭിപ്രായം കൊണ്ട് ഇനി കളക്ഷൻ പോവണ്ട. അതുകൊണ്ട് തിയേറ്ററിൽ നിന്ന് ഇറങ്ങി കളക്ഷൻ മൊത്തം വാരിക്കോട്ടെ. ഇനി OTT വരുമ്പം പറയാമല്ലോ, പ്രശ്നമില്ലല്ലോ. അപ്പോൾ സിനിമാക്കാർക്ക് വേറെ ബുദ്ധിമുട്ടൊന്നും വരുന്നില്ല. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ഈ സിനിമ കണ്ടവരുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി വെച്ചാൽ മതി താല്പര്യം. പിന്നെ എൻ്റെ വീഡിയോ ചിലപ്പം ചിലർക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരില്ല, കാരണം ഇങ്ങനെ കുറ്റങ്ങൾ വിളിച്ച് പറഞ്ഞുകൊണ്ട് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. ഞാൻ എൻ്റെ കണ്ടതിൻ്റെ കാര്യങ്ങളെ ഞാൻ പറഞ്ഞുള്ളൂ. താല്പര്യമുള്ളവർക്ക് കാണാം. സിനിമ എന്തായാലും നിങ്ങൾ കാണണം കേട്ടോ. ഇന്ത്യൻ സിനിമ കണ്ടവർ ഈ സിനിമ കാണണം, കണ്ട് മനസ്സിലാക്കണം എങ്ങനെ ഒരു സിനിമ 2ാം ഭാഗം എങ്ങനെ ഒരു സിനിമ എടുക്കരുത് എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഈ സിനിമ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കമലഹാസൻ അണ്ണ ഇന്ത്യൻ 3ക്ക് വേണ്ടിയിട്ടാണ് ഒരു ഇൻ്റർവ്യൂ പറഞ്ഞിരുന്നത്. ഇന്ത്യൻ 3ക്ക് വേണ്ടിയിട്ടാണ് കമലഹാസൻ അണ്ണ വെയിറ്റിംഗ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് ആ പടം നന്നായി വരുമെന്ന് വിചാരിക്കുന്നു. കാണാം, നോക്കാം. ഈ കളഞ്ഞ എല്ലാ പേരും ഇന്ത്യൻ 3യിൽ മാറുമെന്നാണ് വിചാരിക്കുന്നത്. പടം ഇറങ്ങിയിട്ട് ഇപ്പോൾ ഒരു 5 ആഴ്ച ആവണുള്ളൂ. നമ്മളെ തിയേറ്റർ ഇറങ്ങിയിട്ട് ഇപ്പോൾ തന്നെ OTTയിൽ ഓൺലൈനിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ പറയാനായിട്ട്. അപ്പോൾ ശരി, എല്ലാവർക്കും ലഞ്ചൻ 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 ലഞ്ചം.